Dear students, അപ്പോൾ മോളിക്കുലർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം ഓഫ് ഓക്സിജൻ മോളിക്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിൽ. അപ്പോൾ മോളിക്കുലർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഓക്സിജൻ മോളിക്യൂളിൻ്റെ ഫോർമേഷൻ, ഓക്സിജൻ മോളിക്യൂളിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ എനർജി ലെവൽ ഡയഗ്രത്തിൻ്റെ രണ്ട് സൈഡിലും, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും നമ്മൾ ഓക്സിജൻ്റെ അറ്റോമിക് ഓർബിറ്റൽസ് ആണ് വരച്ചിരിക്കുന്നത്. അതിവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് ആദ്യത്തെ ഓക്സിജൻ ആറ്റം, അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്കറിയാം, 1s2 2s2 2p4. എനർജി 1s-നേക്കാളും കൂടുതലാണല്ലോ 2s-നേക്കാളും കൂടുതലാണല്ലോ 2pക്ക്. അപ്പോൾ നമുക്കറിയാം ഇവിടെ എനർജി മുകളിലോട്ട് പോകുന്നതോറും ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഓർഡറിൽ തന്നെ അറ്റോമിക് ഓർബിറ്റിൽ ആദ്യത്തെ ഓക്സിജൻ്റെ വരച്ചു. റൈറ്റ് ഹാൻഡ് സൈഡിലാണെങ്കിൽ രണ്ടാമത്തെ ഓക്സിജൻ്റെ ഇതേപോലെ വരച്ചു, 1s2 2s2 2p4. സെൻറ്ററിൽ നമ്മൾ ഓക്സിജൻ്റെ മോളിക്കുലർ ഓർബിറ്റൽസ് ആണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു 1s അറ്റോമിക് ഓർബിറ്റിലും വേറൊരു 1s അറ്റോമിക് ഓർബിറ്റിലും കമ്പൈൻ ചെയ്ത് രണ്ട് ഓക്സിജൻ ആറ്റങ്ങളുടെ 1s അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് സിഗ്മ 1s എന്ന ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിലും സിഗ്മ സ്റ്റാർ 1s എന്ന ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിലും ഉണ്ടാവും. ഓക്കെ, ഈ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലായ സിഗ്മ 1sന് ഈ കമ്പൈനിങ് അറ്റോമിക് ഓർബിറ്റൽസിനേക്കാളും എനർജി കുറവും, അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി കൂടുതലുമായിരിക്കും. ഇത് ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലാണ് സിഗ്മ സ്റ്റാർ 1s, അതിന് എനർജി കൂടുതലും സ്റ്റെബിലിറ്റി കുറവുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 1s ഈ ഓക്സിജൻ ആറ്റത്തിൽ 2 ഇലക്ട്രോൺ ഉണ്ട്, ഈ ഓക്സിജൻ ആറ്റത്തിൽ 1s ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും 2 ഇലക്ട്രോണും, ആന്റി ബോണ്ടിങ്ങിൽ അതേപോലെ 2 ഇലക്ട്രോണും വരും. ഇവിടെയും 2 2 4 ആയിരുന്നു, ഇവിടെ അതിനെ നമ്മൾ ഈ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതേപോലെ അടുത്ത ഓർബിറ്റലായ 2s-ഉം 2sഉം കമ്പൈൻ ചെയ്തിട്ട് സിഗ്മ 2sഉം സിഗ്മ സ്റ്റാർ 2sഉം. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 4 ഇലക്ട്രോൺ ഉണ്ട്. ആ 4 ഇലക്ട്രോൺ ഇവിടെ മോളിക്കുലർ ഓർബിറ്റലിൽ ഈ രീതിയിൽ അറേഞ്ച്ഡാണ്. ഓക്കെ, ഇനി 2pയിൽ 3 ഓർബിറ്റൽ ഉണ്ട്, 2px 2py 2pz. ആദ്യത്തെ ഓക്സിജനും അതേപോലെ ഉണ്ട്, രണ്ടാമത്തെ ഓക്സിജനും 2px 2py 2pz, അങ്ങനെ 3 ഓർബിറ്റൽ ഉണ്ട്. അതിൽ സിഗ്മ ടൈപ്പ് ഓർബിറ്റൽ ഉണ്ടാക്കാൻ കഴിയുക 2pzന് മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ 2pzഉം ഇതിൻ്റെ 2pzഉം കമ്പൈൻ ചെയ്തിട്ട് സിഗ്മ 2pz ഉണ്ടാവും. ഇനി 2pxനും 2pyക്കും ഉണ്ടാക്കാൻ കഴിയുന്ന മോളിക്കുലർ ഓർബിറ്റലിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് പൈ ടൈപ്പാണ്. അപ്പോൾ പൈ 2pxഉം പൈ 2pyയും ഉണ്ടാവും. അതായത് ഇതിൻ്റെ 2pxഉം ഇതിൻ്റെ 2pxഉം കമ്പൈൻ ചെയ്യുമ്പോൾ പൈ 2px, ഇതിൻ്റെ 2pyയും ഇതിൻ്റെ 2pyയും കമ്പൈൻ ചെയ്യുമ്പോൾ പൈ 2py. ഓക്കെ, അതേപോലെ സിഗ്മ 2pzൻ്റെ ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലായ സിഗ്മ സ്റ്റാർ 2pz, അതിന് ഏറ്റവും കൂടുതൽ എനർജിയാണുള്ളത്. ഈ പൈ 2pxൻ്റെയും പൈ 2pyയുടെയും ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലായ പൈ സ്റ്റാർ 2pxഉം പൈ സ്റ്റാർ 2py. ഇനി ടോട്ടലി എടുക്കുമ്പോൾ നമുക്കറിയാം 2 ഓക്സിജൻ ആറ്റങ്ങളും കൂടെ 8 8 16 ഇലക്ട്രോൺ ഉണ്ട്. അതിൽ ഇവിടുത്തെ 1sലും 2sലും കൂടെ ചേർന്ന് 4, ഇവിടുത്തെ 1sലും 2sലും കൂടെ ചേർന്ന് 4 4 4 8 ഇലക്ട്രോണുകൾ നമ്മൾ ഇത്രയും വരെ ആയപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇനി ഈ 4 4 8 ഇലക്ട്രോണിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇതാണ് അതിൻ്റെ ഓർഡർ. അപ്പോൾ ആ 8 എണ്ണം 2 4 6 എണ്ണം ഇത്രയും ഓർബിറ്റൽസ് ആയപ്പോൾ ഫില്ല് ചെയ്യും ബാക്കിയുള്ള 8 എണ്ണത്തിൽ. ഇനി ബാക്കിയുള്ള 2 എണ്ണം ഇവിടെ ഈക്വലി 2 എണ്ണം ഈ 2 ഓർബിറ്റലിനും പൈ സ്റ്റാർ 2pxനും പൈ സ്റ്റാർ 2pyക്കും ഓരോരോ ഇലക്ട്രോണുകളെ ആണ് കൊടുക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആണ്. ഡീജനറേറ്റ് ഓർബിറ്റൽസിൽ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ നടക്കുമ്പോൾ ആദ്യം 2 പേർക്കും ഓരോ ഇലക്ട്രോണിനെ കൊടുക്കണം, എന്നിട്ട് മാത്രമേ പെയറിംഗ് നടത്താവൂ, ഹൺസ് റൂൾ അനുസരിച്ച്. അപ്പോൾ ഈ 2 എണ്ണത്തിലും ഓരോ ഇലക്ട്രോണിനെ കൊടുത്തു. അപ്പോൾ ടോട്ടലി ഇങ്ങനെയാണ് ഇതിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം വരിക. ഇനി ഇതിൻ്റെ കോൺഫിഗറേഷൻ മാത്രം എഴുതിയാൽ മതി എന്ന് വിചാരിക്കൂ. O2ൻ്റെ കോൺഫിഗറേഷൻ മാത്രം എഴുതുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും?
ഇത് നോക്കി എഴുതാം. സിഗ്മ 1s2 ലെസ് ദാൻ സിഗ്മ സ്റ്റാർ 1s2 ലെസ് ദാൻ സിഗ്മ 2s2 ലെസ് ദാൻ സിഗ്മ സ്റ്റാർ 2s2, then sigma 2p z2 less than. Okay, sigma 2p z2 അത് ഞാൻ ഇവിടെ എഴുതുകയാണ്. പൈ 2px ഈക്വൽ ടു പൈ 2p. രണ്ടുപേരുടെ എനർജി സെയിം ആണ്, അതുകൊണ്ടാണ് ഈക്വൽ ടു ഇടുന്നത്. അതിൽ രണ്ടിലും രണ്ട് ഇലക്ട്രോൺ. ഓക്കെ, ലെസ് ദാൻ pi star 2px1 ഈക്വൽ ടു പൈ സ്റ്റാർ 2py1. ഇവിടെ വരെ എഴുതുക. ഈ സിഗ്മ സ്റ്റാർ 2pzൽ ഇലക്ട്രോൺ ഇല്ലല്ലോ, അപ്പോൾ എഴുതണ്ട. ഓക്കെ, ഇനി ഇതിൻ്റെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്കറിയാം, ഇവിടെ ഞാൻ എഴുതാം. ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനുള്ള ഫോമുല നിങ്ങൾക്കറിയാം. ഹാഫ് ഇൻറ്റു NB മൈനസ് NA ആണെന്നറിയാം. NB എന്ന് പറഞ്ഞാൽ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിലെ ഇലക്ട്രോൺസ്, NA എന്ന് പറഞ്ഞാൽ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിലെ ഇലക്ട്രോൺ. എളുപ്പത്തിന് നമുക്ക് പറയാം, ഇവിടെ സ്റ്റാർ ഇടാത്ത ഓർബിറ്റൽസ് ആണ് ബോണ്ടിങ് എന്ന് പറയാം. അപ്പോൾ സ്റ്റാർ ഇടാത്തതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഇവിടെ 2. ഇതിൽ സ്റ്റാർ ഉള്ളതുകൊണ്ട് ഇതിനെ എണ്ണരുത്. 2, 2, 4. ഇതിനെ എണ്ണാൻ പറ്റില്ല. 6, 8, 10. അപ്പോൾ ഹാഫ് ഇൻറ്റു 10 - ഓക്കെ. ഇനി ആൻറ്റി ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഉള്ളത്. അപ്പോൾ ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം 4, ഇവിടെ 1 5, ഇവിടെ 6. അപ്പോൾ ഹാഫ് ഇൻറ്റു 10 - 6 എന്ന് പറഞ്ഞാൽ 4/2 ഈക്വൽ ടു 2 ഈസ് ദ ബോണ്ട് ഓർഡർ ഓഫ് ഓക്സിജൻ. എന്ന് വെച്ചാൽ ഒരു ഓക്സിജൻ ആറ്റത്തിൽ, ഒരു ഓക്സിജൻ ആറ്റത്തിലല്ല, ഓക്സിജൻ മോളിക്യൂളിൽ 2 ആറ്റത്തിൻ്റെ ഇടയ്ക്ക് 2 ബോണ്ട് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ബോണ്ട് ഓർഡർ 2 എന്ന് കിട്ടി. ഇനി ഈ മോളിക്യൂള് ഡയാമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ എന്ന് നോക്കാൻ വേണ്ടി ഏതെങ്കിലും ഇലക്ട്രോൺ അൺപെയർഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കണം. അതായത് ജോഡി അല്ലാതെ ഇലക്ട്രോൺ ഇരിപ്പുണ്ടോ. എവിടെയാണ് നോക്കേണ്ടത്? മോളിക്യുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷനിൽ. സൈഡിലിരിക്കുന്ന അറ്റോമിക് ഓർബിറ്റൽ കോൺഫിഗറേഷനിലല്ല. അപ്പോൾ ഇവിടെ ഇത് പെയർഡാണ്, ഇത് പെയർഡാണ്, ഇത് പെയർഡാണ്, ഇതും പെയർഡ്, ഇവർ രണ്ടുപേരും പെയർഡ്. പക്ഷേ ഇവിടെ 2 അവസാനത്തെ 2 ഓർബിറ്റലിൽ 2 ഇലക്ട്രോണും പെയർഡല്ല. അങ്ങനെ പെയർഡ് അല്ലാത്ത ഇലക്ട്രോൺസ് വന്നാൽ മോളിക്യൂള് എന്ത് മാഗ്നറ്റിസ് ആണ് കാണിക്കുക? പാരാമാഗ്നറ്റിസ് ആണ് കാണിക്കുക. ഓക്കെ, അങ്ങനെ ഓക്സിജൻ മോളിക്യൂള് പാരാമാഗ്നറ്റിക് ആണ്. ഓക്കെ, ഇങ്ങനെയാണ് O2 മോളിക്യൂളിൻ്റെ ഇലക്ട്രോണിക് മോളിക്കുലർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രം വരച്ച് അതിൽ നിന്ന് കോൺഫിഗറേഷൻ എഴുതാം. ഇനി എക്സാമിന് കോൺഫിഗറേഷൻ മാത്രമേ ചോദിക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ കോൺഫിഗറേഷൻ മാത്രം എഴുതിയാൽ മതി, വരയ്ക്കേണ്ട ആവശ്യമില്ല. വരയ്ക്കുമ്പോൾ എപ്പോഴും താഴേന്ന് മുകളിലോട്ടാണ് വരയ്ക്കേണ്ടത്, എന്നാലേ അത് ശരിയാവുള്ളൂ. അതാണ് അതിൻ്റെ യഥാർത്ഥ രീതി. താഴെ ആദ്യം 1s ഉം 1s ഉം വരച്ചിട്ട് അതിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽസ് വരയ്ക്കുക. 2s ഉം 2s ഉം വരച്ചിട്ട് അതിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽസ്. അങ്ങനെ താഴേന്ന് മുകളിലേക്ക് പോവുക. താഴേന്ന് മുകളിലോട്ട് പോകുന്നതോറും എനർജി കൂടിക്കൂടി വരും. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഓക്സിജൻ്റെ വേറെ ചില അയോൺസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അതേപോലെ ബോണ്ട് ഓർഡറും ഒക്കെ കണ്ടുപിടിക്കാം. ഇപ്പോൾ O2+ എന്ന് പറയുന്ന അയോണിൻ്റെ കണ്ടുപിടിക്കുകയാണെങ്കിൽ O2ൽ 16 ഇലക്ട്രോൺ ആണെങ്കിൽ O2+ 15 ഇലക്ട്രോൺ ആണ്. അപ്പോൾ കോൺഫിഗറേഷനിൽ ഈ അവസാനത്തെ 2 എണ്ണത്തിൽ നിന്ന് ഏതിൻ്റെങ്കിലും ഒന്നിൽ ഇലക്ട്രോൺ കുറയും. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? O2+ വരയ്ക്കുമ്പോൾ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യാം. ഇതിനെയോ ഏതെങ്കിലും ഒന്നിനെ റിമൂവ് ചെയ്യാം. രണ്ടും ഡീജനറേറ്റ് ആയതുകൊണ്ട്, സെയിം എനർജി ഉള്ള ഓർബിറ്റൽസ് ആയതുകൊണ്ട് ഏതിൽ നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്താലും ഒരേ എഫക്റ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ ബോണ്ട് ഓർഡർ ഹാഫ് ഇൻറ്റു NB - NA എന്ന് പറയുന്നതിൽ ഈ NAയിലല്ലേ, സ്റ്റാർ ഇട്ടയിലല്ലേ ഇലക്ട്രോൺ കുറഞ്ഞത് ഇവിടെ 15 ആവുമ്പോൾ. അപ്പോൾ ഇവിടെ എന്താവും? 10 - 5 ആവും. ഓക്കെ, അപ്പോൾ 5/2 ഈക്വൽ ടു 2.5 എന്നാവും O2+ൻ്റെ എന്ത്? ബോണ്ട് ഓർഡർ. അതേപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് O2- അയോൺ, O2- അയോണിനെ എന്താ പറയുക? സൂപ്പർ ഓക്സൈഡ് അയോൺ എന്നാണ് പറയുക. KO2 എന്ന് പറയുന്ന സ്പീഷീസിലുള്ള അയോണാണ് പൊട്ടാസ്യം സൂപ്പർ ഓക്സൈഡിൽ. അതിൽ 17 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ കോൺഫിഗറേഷൻ വരുമ്പോൾ ഇവിടെ പൈ സ്റ്റാർ 2pxൽ അല്ലെങ്കിൽ പൈ സ്റ്റാർ 2pyയിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു ഇലക്ട്രോണിനെ കൂട്ടണം. കാരണം O2ൽ 16 ആണ്, O2- 17. 17 എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു ഇലക്ട്രോൺ കൂടും. അപ്പോൾ ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോൺ കൂട്ടുക. അപ്പോൾ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുമ്പോൾ എന്താവും? ഹാഫ് ഇൻറ്റു NB - NA എന്ന് പറയുന്നതിൽ ഹാഫ് ഇൻറ്റു 10 -
7 എന്നാവും. കാരണം ആന്റി ബോണ്ടിങ് ഈ അവസാനത്തെ ഒരു ഇലക്ട്രോൺ കൂടി. അപ്പോൾ 1/2 × 10⁻7 എന്ന് പറയുമ്പോൾ 3/2 = 1.5. അപ്പോൾ O2 മൈനസിന്റെ ബോണ്ട് ഓർഡർ എന്താവും? 1.5. ഇനി ഒരു അയോൺ കൂടി ഉണ്ട്, O2 2- പെറോക്സൈഡ് അയോൺ എന്നാണ് അതിന് പറയുക. Na2O2 അല്ലെങ്കിൽ H2O2 പോലെയുള്ള പെറോക്സൈഡിലാണ് അയോൺ ഉണ്ടാവുക. അപ്പോൾ 18 ഇലക്ട്രോൺ. ഇപ്പം നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന എത്ര ഇലക്ട്രോൺ ഉണ്ട്? 16 ഉണ്ട്. 18 ആകുമ്പോൾ ഇവിടെ ഒന്നുകൂടെ വരും, ഇവിടെ ഒന്നുകൂടെ വരും. അപ്പോൾ മൊത്തം 18 ആയി. ഓക്കെ, ബോണ്ട് ഓർഡർ 1/2 × 10⁻, രണ്ടെണ്ണം കൂടില്ലേ? രണ്ടെണ്ണം കൂടി. 1/2 × 10⁻8. അപ്പോൾ 2/2 = 1 എന്നാവും. ഓക്കെ, അപ്പോൾ O2നെ വരച്ചിട്ട് ഞാൻ O2ൽ നിന്ന് എന്തൊക്കെ പറഞ്ഞു? O2+ പറഞ്ഞു, O2- പറഞ്ഞു, O2 2- പറഞ്ഞു. ഇനി അപ്പം 4 പേരുടെ പറഞ്ഞു, O2, O2+, O2-, O2 2-. ഇവിടെ ആർക്കാണോ ബോണ്ട് ഓർഡർ കൂടുതൽ, അയാൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി. ഇവിടെ O2+നായിരുന്നു ഏറ്റവും കൂടുതൽ ബോണ്ട് ഓർഡർ, 2.5 വാല്യൂ വന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ആർക്കാണ്? O2+. അപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഓർഡർ എഴുതാൻ പറഞ്ഞാൽ ആദ്യം O2+നെ എഴുതണം. ഓക്കെ, അപ്പോൾ വാല്യൂ കൂടി വരും തോറും സ്റ്റെബിലിറ്റി കൂടി വരും. 1 എന്ന വാല്യൂ ഉള്ളതിനേക്കാളും കൂടുതലായിരിക്കും 1നേക്കാൾ വാല്യൂ കൂടുതലുള്ള 1.5ക്ക്, അതിനേക്കാളും സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും 2 എന്ന വാല്യൂ ഉള്ളത്, അതിനേക്കാളും സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും 2.5 ബോണ്ട് ഓർഡർ വരുന്നതിന്. ഓക്കെ, ഇനി O2 2- അതേ ഇലക്ട്രോൺ നമ്പർ വരുന്ന മോളിക്യൂളാണ് ഓക്സിജന്റെ അടുത്ത മോളിക്യൂളായ F2 ഫ്ലൂറിൻ. അപ്പോൾ ഫ്ലൂറിന്റെ മോളിക്കുലർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം എന്താണോ O2 2- നമ്മൾ വരയ്ക്കുക. അതായത് ഇവിടെ 2 ഇലക്ട്രോണിനെയും കൂടെ ആഡ് ചെയ്യുന്ന O2 2- ഡയഗ്രാം എന്താണോ അത് തന്നെയായിരിക്കും ഫ്ലൂറിന്റെ. അതുപോലെ O2 2- ബോണ്ട് ഓർഡർ എന്താണോ അത് തന്നെയായിരിക്കും F2 മോളിക്യൂളിന്റെ, ഫ്ലൂറിൻ മോളിക്യൂളിന്റെയും ബോണ്ട് ഓർഡർ. കാരണം അവര് ഐസോ ഇലക്ട്രോണിക് ആണ്. ഓക്കെ, ഇങ്ങനെയാണ് മോളിക്കുലർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കേണ്ടതും ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കേണ്ടതും. ഇതേപോലെ നമുക്ക് നൈട്രജൻ മോളിക്യൂളിൽ ചെയ്യാം. നൈട്രജൻ മോളിക്യൂളിൽ ചെയ്യുമ്പോൾ എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ σ2pzന്റെ പൊസിഷൻ ഈ 2 ഓർബിറ്റൽസിന് ശേഷമാണ് വരിക. അതാണ് വ്യത്യാസം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ആവും, അതാണ് വ്യത്യാസം. ഓക്കെ, ഇവിടെ σ2pz കഴിഞ്ഞിട്ടാണല്ലോ ഇവർ രണ്ടുപേരും വന്നത് ഓക്സിജന്റെ കേസിൽ. നൈട്രജന്റെ കേസിൽ ഇവര് ഇങ്ങോട്ട് വരും, σ2pz ഇങ്ങോട്ട് പോകും. ഓക്കെ, എന്നിട്ട് 14 ഇലക്ട്രോൺ ഫിൽ ചെയ്യണം. ഇതേപോലെ ബോണ്ട് ഓർഡറും ബാൻഡിസും ഒക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇതോടുകൂടെ അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.